ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. 2025 ജനുവരി മാസത്തിലെ ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റതിൽ ടോപ്പ് 10 ലിസ്റ്റിലുള്ള കാറുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ടോപ്പ് 10 സെല്ലിംഗ് മോഡൽ കാർസ് ഇൻ ജനുവരി 2025. ആദ്യത്തെ സ്ഥാനത്ത് വരുന്നത് മാരുതി സുസുക്കിയുടെ വാഗണർ ആണ്. രണ്ട് വേരിയന്റിൽ വാഗണർ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് 3 സിലിണ്ടറുള്ള 1 ലിറ്റർ എഞ്ചിനും രണ്ടാമത്തത് 4 സിലിണ്ടറുള്ള 1.2 ലിറ്റർ എഞ്ചിനും. ജനുവരി മാസത്തിൽ വാഗണർ 24,078 യൂണിറ്റ് ആണ് സെയിൽ ചെയ്തത്. വാഗണറിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 6,73,000 രൂപ മുതൽ 8,92,000 രൂപ വരെയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് മാരുതി സുസുക്കിയുടെ ബലേനോ ആണ്. ബലേനോ 19,965 യൂണിറ്റ് ആണ് സെയിൽ ചെയ്തത്. വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,02,000 രൂപ മുതൽ 11,80,000 രൂപ വരെയാണ്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വാഗണറും രണ്ടാം സ്ഥാനത്ത് ബലേനയാണ്. തേർഡ് വരുന്നത് ഹുണ്ടായുടെ ക്രെറ്റ ആണ്. ക്രെറ്റ ജനുവരി മാസത്തിൽ 18,522 യൂണിറ്റ് ആണ് സെയിൽ ചെയ്തത്. ക്രെറ്റ നമുക്കറിയാം, EVയിലും ഇപ്പോൾ ക്രെറ്റ അവൈലബിൾ ആണ്. ഡീസൽ വേരിയന്റും പെട്രോളിനും കൂടി നമുക്ക് ക്രെറ്റ അവൈലബിൾ ആണ്. വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,52,000 രൂപ മുതൽ 26,12,000 രൂപ വരെയാണ്. ഫോർത്ത് പൊസിഷനിൽ വരുന്നത് മാരുതി സുസുക്കിയുടെ തന്നെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ജനുവരി മാസത്തിൽ 17,081 യൂണിറ്റ് സെയിൽ ചെയ്തു. വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7,78,000 രൂപ മുതൽ 11,48,000 രൂപ വരെയാണ്. നമുക്കറിയാം, മാരുതി സുസുക്കി സ്വിഫ്റ്റിൽ ഈ ഒരു പുതിയ ജനറേഷനിലേക്ക് വന്നപ്പോൾ 4 സിലിണ്ടർ എഞ്ചിൻ മാറ്റി 3 സിലിണ്ടറുള്ള എഞ്ചിനാണ് ഇപ്പോൾ പുതിയ സ്വിഫ്റ്റിലും ഡിസൈറിലും ഒക്കെ വരുന്നത്. അപ്പോൾ ഫിഫ്ത്ത് പൊസിഷൻ വരുന്നത് ടാറ്റയുടെ പഞ്ചാണ്. പഞ്ച് 16,231 യൂണിറ്റ് ആണ് സെയിൽ ചെയ്തത്. പഞ്ചിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 7,44,000 രൂപ മുതൽ 12,58,000 രൂപ വരെയാണ്. പഞ്ച് നമുക്ക് പെട്രോൾ വേരിയന്റിലും CNGയിലും അതുപോലെ തന്നെ EVയിലും നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത പൊസിഷനിൽ വരുന്നത് മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. വിറ്റാര 15,784 യൂണിറ്റ് ആണ് സെയിൽ ചെയ്തത്. വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,62,000 രൂപ മുതൽ 25,79,000 രൂപ വരെയാണ്. അപ്പോൾ നമുക്കറിയാം, മാരുതി സുസുക്കി ഡീസൽ എഞ്ചിൻ 2019 ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത പൊസിഷനിൽ വരുന്നത് മഹീന്ദ്രയുടെ സ്കോർപിയോ ആണ്. സ്കോർപിയോ 15,442 യൂണിറ്റ് ആണ് ജനുവരി മാസത്തിൽ സെയിൽ ചെയ്തത്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 16,72,000 രൂപ മുതൽ 21,76,000 രൂപ വരെയാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനിലാണ് മഹീന്ദ്ര സ്കോർപിയോ വരുന്നത്. പുതിയതായിട്ടുള്ള ഡിസൈനും ആ ഒരു ലുക്കും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ സ്കോർപിയോക്ക് കയറി വരുന്നുണ്ട്. എട്ടാമത്തെ പൊസിഷനിൽ വരുന്നത് ടാറ്റയുടെ തന്നെ നെക്സോൺ ആണ്. 15,387 യൂണിറ്റ് ആണ് ടാറ്റ നെക്സോൺ ജനുവരി മാസത്തിൽ സെയിൽ നടന്നത്. 9,54,000 രൂപ മുതൽ 19,25,000 രൂപ വരെ നമുക്ക് ഈ മോഡൽ അവൈലബിൾ ആണ്. EVയിലുണ്ട്, ഡീസലുണ്ട്, പെട്രോൾ, CNG തുടങ്ങിയ വേരിയന്റിലൊക്കെ നമുക്ക് ടാറ്റ നെക്സോൺ അവൈലബിൾ ആണ്. 9ാം സ്ഥാനത്ത് വരുന്നത് മാരുതി സുസുക്കിയുടെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഡിസൈർ എന്ന് പറയുന്നുള്ള വാഹനമാണ്. 15,383 യൂണിറ്റ് ആണ് സെയിൽ ചെയ്ത് ജനുവരി മാസത്തിൽ. 8,11,000 രൂപ മുതൽ 12,43,000 രൂപ വരെയാണ് നമുക്ക് ഈ ഒരു കാറിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 10ാം സ്ഥാനത്ത് വരുന്നത് മാരുതി സുസുക്കിയുടെ തന്നെ ഫ്രോൺസ് ആണ്. ഫ്രോൺസിന് 15,192 യൂണിറ്റ് ആണ് ജനുവരി മാസത്തിൽ സെയിൽ ചെയ്തത്. 8,98,000 രൂപ മുതൽ 15,76,000 രൂപ വരെയാണ് ഈ ഒരു ഫ്രോൺസിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഫ്രോൺസിന് അത്യാവശ്യം സെയിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 10 കാറുകളാണ് ജനുവരി 2025 മാസത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ള കാറുകൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കാറുകളുടെ മാർക്കറ്റിൽ കുറേ മോഡലുകളുണ്ട്. ഇനിയും കുറേ മോഡലുകൾ അപ്ഡേറ്റ് ആവാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മന്തിൽ വരുന്ന സമയത്ത് ഇതിലും നല്ല മികച്ച കോമ്പറ്റീഷൻ തന്നെയാണ് ഈ ഒരു 10 റാങ്കിനുള്ളിൽ വരാനുള്ള കാറുകൾ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഫെബ്രുവരി മാസത്തിൽ, അതായത് ഈ മാസത്തിൽ എന്താണ് അപ്ഡേറ്റ്സ് എന്ന് നമുക്ക് അടുത്ത മാസം അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.